ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് പ്ലാസ്റ്റിക് കപ്പുകൾ വെച്ചാണ്. അപ്പം എല്ലാവരും വിചാരിക്കും ഈ പ്ലാസ്റ്റിക് കപ്പ് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കുഞ്ഞിനെ ഈ പ്ലാസ്റ്റിക് കപ്പുകൾ ഓരോന്ന് അടുക്കി വയ്ക്കാൻ പറയുക. പിന്നെ അതല്ലാതെ ഒന്നൊന്നായിട്ട് ഓരോ കപ്പുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് കുഞ്ഞിനെ കൊണ്ട് പറയുക. അപ്പോൾ ഇതെന്താണ് സിമ്പിളാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇത് ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഹൈ ഹാൻഡ് കോർഡിനേഷനും പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസൊക്കെ ഡെവലപ്പ് ആകുന്നു. പിന്നെ അവർ തിങ്ക് ചെയ്യും, ഇത് ഇങ്ങനെ വയ്ക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ അടർത്തി മാറ്റണം. അങ്ങനെ അവരത് ശ്രദ്ധിക്കുകയും അവരുടെ കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ആ ഫിംഗർ ഹാൻഡ്സ്, അതിൻ്റെ ആ മസിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗ്രിപ്പും പ്രഷറുമൊക്കെ ഒന്ന് സ്ട്രെങ്തനിങ് ചെയ്യാനൊക്കെ ഈ ആക്ടിവിറ്റി സഹായിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ കപ്പുകൾ ഇങ്ങനെ അടുക്കി വച്ചിട്ട് നമ്മൾ ഒരു ബിൽഡിംഗ് ടവർ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം കുഞ്ഞ് അതിനെ നോക്കി അതിൻ്റെ ഇടയിൽ കപ്പുകൾ വയ്ക്കാനും അത് ഇങ്ങനെ വയ്ക്കുമ്പം അത് വീഴാതെ ബാലൻസ് ചെയ്ത് വയ്ക്കാനൊക്കെ കുഞ്ഞ് തിങ്ക് ചെയ്യും, അതുപോലെ വയ്ക്കുകയും ചെയ്യും. ഇതുപോലെ കുഞ്ഞിനെ കൊണ്ട് ഇപ്പം കുഞ്ഞ് തന്നെത്താനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവൻ്റെ കൈ പിടിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഇതിൻ്റെ ഓരോ ഇടയിൽ ഇങ്ങനെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വയ്ക്കാൻ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞ് തന്നെത്താനെ ചെയ്തില്ല, നമ്മൾ കൈ പിടിച്ച് ആദ്യം പറഞ്ഞു കൊടുക്കണം. പിന്നെ അവനെ കൊണ്ട് തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്കായിട്ട് വയ്ക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഡെയിലി ഈ ആക്ടിവിറ്റി നന്നായിട്ട് പഠിച്ച് കഴിയുന്നവരെ ഇതിങ്ങനെ ചെയ്യിക്കുക. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോംപോം ബോൾ വെച്ചാണ്. അപ്പോൾ ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള പോംപോം ബോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആമസോണിലോ അവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ബോൾ ആദ്യം കൈ കൊണ്ട് ഇതുപോലത്തെ കപ്പുകളിൽ ഓരോ കളർ വെച്ച് ആ കളർ ഐഡൻറ്റിഫൈ ചെയ്ത് കുഞ്ഞിനെ കൊണ്ട് ഇടിയിക്കുക. അപ്പോൾ കളർ അറിയാവുന്ന കുഞ്ഞാണെങ്കിൽ റെഡ് എടുത്തിട്ടേ ഗ്രീൻ എടുത്തിട്ടേ അങ്ങനെ കളർ ഏതാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് ആ കപ്പുകളിലേക്ക് ഇടാൻ പറയുക. ഇനി അത് കഴിഞ്ഞ് അത് ചെയ്ത് കുഞ്ഞിന് നല്ല പ്രാക്ടീസായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതുപോലത്തെ പ്ലക്കർ കാണുമല്ലോ, അതുപോലത്തെ പ്ലക്കർ എടുത്ത് ആ കുഞ്ഞിനെ കൊണ്ട് ആദ്യം ഒന്നും ചെയ്യത്തില്ല, നമ്മൾ കൈ പിടിച്ച് തന്നെ ഇതുപോലെ കുഞ്ഞിനെ കൊണ്ട് ഓരോ കളർ ഇതുപോലെ പ്രസ് ചെയ്ത് ഓരോ കളറിലും നോക്കി ഇടാൻ പറയുക. എന്നിട്ട് കുഞ്ഞിനത് മനസ്സിലായി കഴിയുമ്പം കുഞ്ഞ് തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഭയങ്കര ഒരു അറ്റൻഷനും ഐ ഹാൻഡ് കോർഡിനേഷനൊക്കെ നല്ല ഇമ്പ്രൂവ് ആവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുഞ്ഞ് അത് ഏത് സമയത്ത് പ്രഷർ കൊടുക്കണം, ഏത് സമയത്ത് അത് പ്രസ് ചെയ്ത് അത് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു കാര്യം കുഞ്ഞിന് പതിയെ മനസ്സിലാവും. അപ്പം ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് നല്ലതാണ്. അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കൂടാനൊക്കെ നല്ല ഒരു ആക്ടിവിറ്റിയാണ്. ഐ ഹാൻഡ് കോർഡിനേഷനും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ ലോജിക്കൽ തിങ്കിങ്ങും കൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പം അത് പിക്ക് ചെയ്യാൻ പറ്റും. റിലീസ് ചെയ്യുമ്പോൾ സംഭവം ബോള് താഴേക്ക് വീഴുമെന്ന് അതിൻ്റെ കൂടെ ഇതുപോലെ ഈ ഏത് കളറാണെന്ന് നോക്കിയും കൂടെ ഇടണം. അപ്പോൾ ഒരേ സമയത്ത് 3 ഫങ്ഷനിങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റി. പിന്നെ ഇതുമല്ലാതെ ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്ലിപ്പുണ്ടല്ലോ, ഈ തുണിയുടെ ക്ലിപ്പ്, ആ ക്ലിപ്പ് വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആ ഫിംഗറിന് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രഷർ നല്ല അമർത്തി പിടിക്കുമ്പം ആ ഫിംഗർ മസിൽസിന് നല്ല സ്ട്രെങ്തനിങ് ഉണ്ടാവുന്നു. ഇതുപോലെ ഇത് മറ്റതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ആക്ഷനാണിത്. മറ്റത് പ്രസ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഇത് താഴേക്ക് പ്രസ് ചെയ്താലേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കുഞ്ഞ് ആ 2 രീതിയിലും മനസ്സിലാക്കി എടുക്കുന്നു. അങ്ങനെ ഇത് എന്നും പ്രാക്ടീസ് ആകുന്നത് വരെ ഇതൊന്ന് ആക്ടിവിറ്റി ചെയ്ത്
കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കുക. അങ്ങനെ ഇന്നത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് തന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നല്ലൊരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പം അത് സാധിക്കുന്നു. നമ്മൾ എടുത്ത സാധനം തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ആ ഒരു സ്വഭാവം കുഞ്ഞിനെ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.